അപ്പോൾ ഇന്ന് ചെറുതായിട്ട് എൻ്റെ ഒരു ബർത്ത്ഡേ ആണ്. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ എൻ്റെ ബർത്ത്ഡേ വരുന്ന 29 ഫെബ്രുവരി. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനെപ്പോഴും March 1 ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുക. മിക്കവരും എന്നെ 28 വിഷ് ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷെ എനിക്കെപ്പോഴും March 1 ഇഷ്ടം. എനിക്ക് 29 അപ്പോൾ ഞാൻ March 1 എനിക്കിഷ്ടം. അപ്പോൾ ഇന്നങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. ബർത്ത്ഡേ ആയിട്ട് അങ്ങനെ വലിയ ആഡംബരം കാര്യങ്ങളൊന്നുമില്ല. ഞാനിപ്പോൾ പള്ളിയിൽ പോയിട്ട് വന്ന ഡ്രസ്സൊക്കെ മാറി അപ്പേനായിട്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകണം. അപ്പയുടെ കണ്ണിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടൊരു ചെക്കപ്പ് ഉണ്ട്. എനിക്കിപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. വീഡിയോ എടുക്കുമ്പോഴേക്കും ഇങ്ങോട്ടാണ് നോക്കേണ്ടത് നേരെയാണ് നോക്കേണ്ടത് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ അപ്പനായിട്ട് പോകണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ കേക്ക് കട്ടിങ് ചിലപ്പോൾ കേക്ക് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ തന്നെ. അപ്പോൾ ഞങ്ങളെല്ലാം മരുന്നെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞു. ആർക്കെല്ലാം അറിയാവുന്നുണ്ട് എന്നേലും ഫ്രണ്ടേ പോണേണ്ടാ. ഞാൻ ഫസ്റ്റ് ടൈം ആണല്ലോ. അപ്പം നമ്മെല്ലാം കഴിഞ്ഞിറങ്ങി അല്ലേ അപ്പേ? എന്റെ ബർത്ത്ഡേ അപ്പൊ വിഷ് ചെയ്ത് പോലും ഇല്ല. ഞാൻ എപ്പോഴും മരുന്ന് നടക്കണ ഇവിടെ. എന്റെ മരുന്ന് വാങ്ങിച്ചോണ്ടിരിക്കണാണ്. തേനാ വണ്ടി എത്തി. അപ്പൊ ഞങ്ങൾ വീട്ടിൽ തട്ടെ കേട്ടോ. എനിക്കിങ്ങനെ അപ്പനെയൊക്കെ ഇട്ട് പോകുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പണ്ട് ഇവരെന്നായിട്ട് ഓരോ സ്ഥലത്തൊക്കെ പോവുമായിരുന്നു. ഇപ്പം ഞാൻ നേരെ തിരിച്ച് അവരായിട്ട് ഓരോ സ്ഥലത്തൊക്കെ പോകാൻ പറ്റുന്നുണ്ട് എനിക്ക്. അപ്പം നമ്മളെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് കിട്ടും. അപ്പം ഞാൻ വന്ന വഴിയിലെ കേക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഫ്രഷ് ഫ്ലവേഴ്സും കൂടി വാങ്ങിച്ചു കേട്ടോ. അപ്പം ഞാനപ്പോൾ പ്ലാനറ്റ് ഹോം മെയ്ഡ് കേക്ക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം പേജാണ്. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ നിന്നൊരു 3-ാമത്തെയോ 4-ാമത്തെയോ കേക്കാണ് നമ്മൾ വാങ്ങിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക്. ഒരു സിമ്പിൾ ഡിസൈനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിക്കുന്നതുകൊണ്ടിട്ടാണ് ഞാൻ പിന്നെ ഇറ്റ്സ് മൈ ബർത്ത്ഡേ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ടേസ്റ്റൊക്കെ ഞാനിതൊരു ടേസ്റ്റ് ആയിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് മിൽക്ക് കേക്ക് വാങ്ങിക്കുന്നത്. അതിന് മുമ്പ് നമ്മൾ റെഡ് ബി കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് റെഡ് ബി കേക്കും ബ്ലൂബെറിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹയ്യ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഹയ്യ അവളുടെ മെയിൻ പരിപാടിയാണ് എഴുത്ത്, വര, ഡ്രോയിങ്. ഇതൊക്കെയാണ് ഹയ്യയുടെ പരിപാടികൾ അല്ലേ ഹയ്യു? നമുക്ക് കേക്ക് കട്ടിയണ്ടേ ഹേമ? എൻ്റെ ബർത്ത്ഡേക്ക് വന്ന എൻ്റെ അതിഥിയാണ്. അപ്പോൾ ഇതാണ് ഗൈസ് എനിക്ക് അലു തന്ന ഗിഫ്റ്റ്. എനിക്ക് എല്ലാ ഗിഫ്റ്റിനേലും ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റ് ഇത് തന്നെയാണ് കേട്ടോ. അവളുടെ ടൈമും ഒക്കെ അവൾ സ്പെൻഡ് ചെയ്തിട്ട് എനിക്ക് ചെയ്തു തന്നതാണ്. പിന്നെ ഈ ഷൂ പപ്പ ഒക്കെ വാങ്ങിച്ചു കൊടുത്താണ് കേട്ടോ എനിക്ക് ഗിഫ്റ്റ് തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നലെ ബർത്ത്ഡേ ആയിട്ട് നമ്മളങ്ങനെ പ്രത്യേകിച്ച് പുറത്തൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല ഫുഡ് കഴിക്കാനൊക്കെ. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായി, കുറേ ദിവസമായിട്ട് പ്ലാൻ ചെയ്യുകയാണ് നമുക്ക് ഷാപ്പിൽ പോയിട്ട് ഫുഡ് കഴിക്കണമെന്ന്. അപ്പോൾ നമ്മൾ ഇന്നാണ് ഇപ്പോൾ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ തൃപ്പൂണിത്തുറയിലുള്ള പടിപ്പുര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷാപ്പിലാണ് നമ്മൾ വന്നത്. നമ്മൾ വന്നപ്പോഴേക്കും നല്ല ലേറ്റായി. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോഴേക്കും ഒരു സെക്ഷൻ പോലെ റൂമായിട്ടൊക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഇരുന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ടൊക്കെ പറ്റും കേട്ടോ. നല്ലൊരു പ്രൈവസി ഒക്കെ ഉണ്ടാവും നമുക്ക്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത സംഭവങ്ങളൊക്കെ ഓരോന്നായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്ന വഴി ഞങ്ങൾ മുല്ലപ്പന്തലിൽ കയറിയായിരുന്നു. അപ്പോൾ അവിടെ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞ് അവർ ക്ലോസ് ചെയ്തു. അപ്പോൾ അതുകൊണ്ടിട്ട് അവരാ പറഞ്ഞത് ഇവിടെ ഒന്ന് ചെന്ന് നോക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ വന്നേട്ടോ.
ഇതും നമ്മൾ വന്നപ്പോഴേക്കും അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു, വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഉദ്ദേശിച്ചതിന് നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡ് നമുക്ക് കിട്ടി. നമ്മൾ കഴിക്കുകയും ചെയ്ത പോലെ പാർസൽ വാങ്ങിയിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ.